നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വ്ളോഗ് എടുക്കാൻ തീരുമാനിച്ചതിൻ്റെ കാരണം ഞാൻ നിൽക്കുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ സഅദിയ എന്ന മഹത്തായ സ്ഥാപനത്തിൻ്റെ തിരുമുറ്റത്താണ്. MA ഉസ്താദിലൂടെ അനേകായിരം പണ്ഡിതർ ഈ തിരുമുറ്റത്തു നിന്നാണ് പഠിച്ചിറങ്ങിയത്. നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടുത്തെ കുട്ടികളുടെ മുനാഫസ എന്ന് പറയുന്ന ഫെസ്റ്റിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. സഅദിയയും മർക്കസും നമ്മുടെ സിറാജുൽ ഹുദയും മഅദിനും അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ പോകുമ്പോൾ ചെറുപ്പം മുതലേ നമ്മൾ കേട്ട് പരിചയമുള്ള ആ ഒരു സ്ഥലത്ത് നമ്മൾ എത്തുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഇന്നും ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ കുട്ടികളുടെ ഫെസ്റ്റ് കാര്യങ്ങൾ, ഇവരുണ്ടാക്കിയ ധാരാളം അതിഗംഭീരമായ കലാവിരുതുകൾ കാണാൻ വേണ്ടി നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നമ്മളെ വിളിക്കാൻ വേണ്ടി വന്നത് 34 വർഷമായിട്ട് സഅദിയയിൽ സേവനം ചെയ്യുന്ന സഅദിയയുടെ സ്വന്തം സഅദിയയിൽ പഠിച്ച ഏകദേശം വിദ്യാർത്ഥികൾക്കൊക്കെ സുപരിചിതമായിരിക്കും ഈ മുഖം. പേര് എർമുച്ചാന്ന് വിളിക്കോ? മാഷാ അല്ലാ. അപ്പോൾ ഈ പേരും ഒരു വ്യത്യസ്തമായ പേരായതുകൊണ്ട് ആരും നിങ്ങളെ മറക്കൂല. അള്ളാഹു എല്ലാവരും MA ഉസ്താദിൻ്റെ കൂടെ 25 വർഷം ഉണ്ടായിരുന്ന ആള് കൂടിയാണ്. എന്താ സഅദിയയിലേക്ക് കയറുകയാണ്. മാഷാ അല്ലാ. ചുരുട്ടണ് തൊണ്ട കനക്കണ് വില്ലു കുലുക്കണ് തില്ലം പാടണ് കലമിന്നലുമിൽ കവിത പിറക്കണ കഥ കേൾക്കാ. മുഷ്ടി ചുരുട്ടണ് തൊണ്ട കനക്കണ് വില്ലു കുലുക്കണ് തില്ലം പാടണ് കലമിന്നലുമിൽ കവിത പിറക്കണ കഥ കേൾക്കാ. മുനാഫസ എന്നാണ് ഇവരെ ഫെസ്റ്റിന്റെ പേര്. ഇതിന്റെ അർത്ഥം അറിയുന്നവർ കമന്റ് ചെയ്യാം. എനിക്കറിയാം, ഞാൻ ആദ്യം ചോദിച്ചു വെച്ചു. ഊശരമണ്ണിൽ തൂമഴ പോലെ ഊർവരമാക്കും മരുവേ മാറ്റും ഊതിക്കാച്ചിയെടുത്തൊരു സർഗ കൊടിപാറ്റാ. എതിരേൽക്കാമൊന്നായി വരവേൽക്കാം, എതിരേൽക്കാമൊന്നായി വരവേൽക്കാം. മുനാഫസക്കാലം നെഞ്ചേറ്റാ, മുനാഫസക്കാലം നെഞ്ചേറ്റാ. ഹിറയിൽ വീണൊരു പ്രഭനാളം പോലിരുളിനെതിരിൽ വരിയെഴുതാം. കടലിൻ
കരുണക്കരെ നിന്നൊരു സൂര്യൻ കരുണക്കടലായി പ്രപഞ്ചമാകി കതിരൊളി വെട്ടത്താൽ പ്രഭയാക്കിയ കഥ കേൾക്കാം. ഇത് എന്താ സംഭവം? ഇത് നബിതങ്ങളുടെ ഹിജറയുടെ പാത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഓരോ സ്ഥലത്തും അല്ലേ, ഓരോ സ്ഥലങ്ങളെ പേര്. അത് മക്കയിൽ നിന്ന് സ്റ്റാർട്ടിങ്, മക്കയിൽ നിന്ന് അബൂബക്കറിന്റെ വീട്ടിൽ പോയി അവിടുന്ന് സൗർ ഗുഹയിലേക്ക് പോയി അവിടെ 3 ദിവസം താമസിച്ചിട്ട് യാത്ര ആരംഭിച്ച് അങ്ങനെ ഓരോ സ്ഥലം. 4 ദിവസം താമസിച്ച ഇവിടെ, 5-ാം ദിവസം, 6-ാം ദിവസം, 7-ാം ദിവസം. ഇത് കഅബയും ഇത് മസ്ജിദുൽ ഖുബ. നബിതങ്ങൾ മദീനയിലെത്തിയ ആദ്യ ദിവസങ്ങളിൽ താമസിച്ച ഇവിടെയാണ്. പിന്നീടാണ് മദീന ടൗണിലേക്ക് പോകുന്നത്. ഹിജറയുടെ രൂപമാണ്. ഈ സ്റ്റേജും ഈ ഒരു അറ്റ്മോസ്ഫിയറും കാണുമ്പോൾ നമ്മളെ സാഹിത്യോത്സവം നമുക്ക് ശരിക്കും ഇങ്ങനെ ഓർമ്മ വരും. എന്താ പറയുക, അത്രയും മനോഹരമായിട്ടാണ്. നിങ്ങൾ നോക്കൂ, ഈ സ്റ്റേജിൻ്റെ ഒരു സെറ്റപ്പ് നോക്കൂ. നമ്മൾ ഒരുപാട് വേദികൾ കണ്ടിട്ടുണ്ടാവും, നല്ല മനോഹരമായിട്ട്. എന്താ പറയുക, ഈ വന്ന് പാടുന്ന ആൾക്ക് ശരിക്കും വന്നൊരു പെർഫോം ചെയ്യാൻ പറ്റിയൊരു വേദികളാണ് നമ്മളെ പല ഫെസ്റ്റുകളുടെയും വേദികൾ സജ്ജീകരിച്ചിട്ടുണ്ടാകുക എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ പോയപ്പോൾ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ കഴിവുകൾ ഇങ്ങനെ നല്ലതിനു വേണ്ടിയിട്ട് ഇനിയും ധാരാളം പ്രദർശിപ്പിക്കാനും ഉപയോഗപ്പെടുത്താനും അവസരങ്ങൾ ഇനിയും ധാരാളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഇനി മറ്റ് സെഷനിലേക്ക്, മദ്ഹിൻ്റെ സെഷനിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. പോയി നോക്കാം. മുനാഫസ എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു എന്നുള്ള ചോദ്യം. സത്യം പറഞ്ഞാൽ ഈ ഒരു ആവേശം വേറൊരു ഫെസ്റ്റിന് കിട്ടിയിട്ടില്ല. വെറുതെ പറയല്ല, സമയത്തിനായി നമുക്കറിയാം. എന്നാൽ ഇങ്ങനെ ഒരു ക്രൗഡും ഇങ്ങനെയുള്ള ഒരു സദസ്സും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അല്ലാഹു ഇനിയും നല്ല ധാരാളം ഗസ്റ്റുകൾ ഇവിടെ എത്താനും നിങ്ങളുടെ ഈ സുന്ദരമായ ഫെസ്റ്റിനെ കുറിച്ച് അറിയാൻ പറ്റുന്ന ധാരാളം അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്കുമായി പ്രാർത്ഥിച്ച് കുറച്ച് സമയം നമുക്ക് മുന്നിലുള്ളൂ. സാധാരണ ഫെസ്റ്റിന് പോയി കഴിഞ്ഞാൽ ഞാൻ പാടുക എന്നതിലപ്പുറം നമ്മളെല്ലാവരും ഒരുമിച്ച് പാടുക എന്നുള്ളതാണ് ഉണ്ടാകാറ്. അപ്പോൾ ആദ്യം ഏത് പാട്ടാണ് നമ്മൾ പാടുക? ചെറിയ സ്റ്റുഡൻസ്, കേരളത്തിൽ രണ്ടുപേരും കൂടി പങ്കിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ധാരാളം കർണാടകയിലുള്ള കൂട്ടുകാരൊക്കെ മലയാളം വന്ന് പഠിച്ചിട്ടുണ്ടാകുക ശരിക്കും സാഹചര്യം ആയിട്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ 2 സ്റ്റേറ്റുകൾ തമ്മിൽ കൂടിക്കലർന്ന വല്ലാത്തൊരു വേദിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ Rasulullah
Because
പരിപാടികളൊക്കെ കഴിഞ്ഞ് മാഷാ അല്ലാ ഭയങ്കര സന്തോഷമായി. കാരണം കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കുന്നത്. സൗദിയിലൊക്കെ തന്നെ വ്ളോഗ് എടുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം അത്രമാത്രം ഭയങ്കര ഒരു ആവേശം നിറഞ്ഞൊരു പരിപാടി തന്നെ ആയിരുന്നു. സൗദിൻ്റെ ഓഫീസിലാണുള്ളത്. ഈ പരിപാടിയെക്കുറിച്ച്, നമ്മുടെ ഈ കണ്ട വ്ളോഗിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. മാറ്റങ്ങൾ വരുത്താനുള്ളതും ഇനി എങ്ങനെ എടുക്കണം എന്നുള്ളതും ഇതിനെക്കുറിച്ച് ഇപ്പോൾ ചെയ്തതിനെക്കുറിച്ചിട്ടുള്ള ഒരു നിങ്ങളുടേതായ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പങ്കുവെച്ച സന്തോഷം. മറ്റൊരു വീഡിയോയിൽ കാണാം.